സിപിഎമ്മിലെ കത്ത് വിവാദത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സിപിഎം നേതാക്കളുടെ അധോലോക ബന്ധമാണ് പുറത്തുവന്നത്. വിദേശ നാണ്യച്ചട്ടമടക്കം ലംഘിച്ചു. കഴിഞ്ഞ മന്ത്രിസഭയിലെ ചില മന്ത്രിമാർക്ക് തട്ടിപ്പിൽ ബന്ധം. മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് വിശദീകരിക്കണമെന്നും വി മുരളീധരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് സിപിഎം നേതാക്കൾ കള്ളക്കണക്ക് നൽകി. സ്വതന്ത്ര ഏജൻസിയെ അന്വേഷണം ഏൽപ്പിക്കണമെന്നും വി മുരളീധരൻ ഡൽഹിയിൽ പറഞ്ഞു. കേരളത്തിലെ കഴിഞ്ഞ മന്ത്രിസഭ, ആ മന്ത്രിസഭയിലുള്ള നിരവധി മന്ത്രിമാർക്ക് ഈ പറഞ്ഞ അഴിമതിക്കാരെന്നോ വിവാദ വ്യക്തിയെന്നോ അല്ലെങ്കിൽ ലോബിയിങ് ഏജന്റ് എന്ന് കത്തിൽ തന്നെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ആൾ, ആ ആൾക്ക് ഇവരൊക്കെയായിട്ട് ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് എന്താണ് ഈ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വിശദീകരിക്കാനുള്ളത് എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ മന്ത്രിസഭയിൽ ഉൾപ്പെട്ട 2 അംഗങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള കഴിഞ്ഞ തവണത്തെ മന്ത്രിസഭയിലെയും ഈ തവണത്തെയും ഒക്കെ മന്ത്രിമാർ നടത്തിയിട്ടുള്ള പല ഇടപാടുകൾ, ആ ഇടപാടുകളെ സംബന്ധിച്ചും ഈ കത്തിൽ പരാമർശം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച് എന്താണ് സംസ്ഥാന സർക്കാർ, കേരളത്തിലെ ജനങ്ങളെ ഭരിക്കാൻ വേണ്ടി, കേരളത്തിലെ സർക്കാരിൻ്റെ അധികാരം കൈയാളാൻ വേണ്ടിയിട്ട് ജനങ്ങൾ തിരഞ്ഞെടുത്ത 2 പ്രതിനിധികൾ, അവർക്ക് ദുരൂഹമായിട്ടുള്ള ബന്ധങ്ങൾ ചില അധോലോക പ്രവർത്തനങ്ങൾ നടത്തുന്നവരുമായിട്ട് ഉള്ളതായിട്ട് വരുമ്പോൾ അത് വസ്തുതകൾ എന്താണ് എന്ന് വെളിപ്പെടുത്തേണ്ടത് ഒരു ജനാധിപത്യ മര്യാദയാണ്. കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, എന്തെല്ലാം കാര്യങ്ങളാണ് മുൻ കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ കത്ത് വിവാദത്തിലും അതോടൊപ്പം തന്നെ സിപിഎം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ കള്ള വോട്ടിന്റെ കാര്യത്തിലും വ്യക്തമാക്കുന്നത്? മുഖ്യമന്ത്രി സംഭവത്തിൽ മുഖ്യമന്ത്രി ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കണമെന്നുള്ളതാണ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. വിദേശ നാണ്യ ചട്ടം അടക്കം ഇവിടെ ലംഘിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സ്വതന്ത്ര ഏജൻസി, കേരളത്തിലെ അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തിയാൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വസ്തുതകൾ പുറത്തുവരില്ല. ഒരു സ്വതന്ത്ര ഏജൻസി തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണമെന്നുള്ളതാണ് പ്രധാനമായും വി മുരളീധരൻ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ചിട്ടുള്ള മൗനം വെടിഞ്ഞുകൊണ്ട് മറുപടി പറയണം. എം.വി. ഗോവിന്ദൻ ഇന്ന് രാവിലെ എം.വി. ഗോവിന്ദൻ്റെ പ്രതികരണം വന്നത് അസംബന്ധം എന്നുള്ളത് മാത്രമാണ്. എന്നാൽ അങ്ങനെ ഒറ്റ വാക്കിൽ പറഞ്ഞൊഴിയാതെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിശദീകരണം കേരളത്തിലെ ജനങ്ങൾക്ക് നൽകാൻ എം.വി. ഗോവിന്ദൻ അടക്കം CPM നേതാക്കൾ തയ്യാറാകണമെന്നുള്ള ആവശ്യമാണ് വി മുരളീധരൻ മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല, കോടിയേരി ബാലകൃഷ്ണൻ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരുന്നപ്പോൾ അന്ന് കോടിയേരിയുടെ മകനെതിരെ ആരോപണം ഉയർന്നിരുന്നു. ആ ആരോപണങ്ങൾക്ക് കോടിയേരി വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് തന്നെ കൃത്യമായ മറുപടി നൽകി. സമാനമായ രീതിയിൽ കോടിയേരി കാട്ടിയ ആർജവമെങ്കിലും കാട്ടുവാൻ എം.വി. ഗോവിന്ദൻ തയ്യാറാകണമെന്നുള്ളതാണ് പ്രധാനമായും സൂചിക്കപ്പെട്ടത്. മാത്രമല്ല, ഇത്തരം സാഹചര്യങ്ങൾ പലപ്പോഴും പാർട്ടി പ്രതിസന്ധിയിലാകുമ്പോൾ പാർട്ടി തലത്തിലുള്ള അന്വേഷണം നടത്താറുണ്ട്, അല്ലെങ്കിൽ പാർട്ടി തലത്തിലുള്ള അന്വേഷണം നടത്തിയാണ് അതിൽ നിന്നുമൊക്കെ CPM ഒഴിഞ്ഞു മാറുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ പാർട്ടി തലത്തിലുള്ള അന്വേഷണം നടത്തിയതായി പോലും അറിയില്ല. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ അന്വേഷണം നടക്കണമെന്നുള്ളതാണ് വി മുരളീധരൻ വ്യക്തമാക്കിയത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ മന്ത്രിസഭയിലെ 2 അംഗങ്ങൾ, മുൻ മന്ത്രിസഭയിലുണ്ടായിരുന്ന അംഗങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ധാരണയുണ്ട്. അവർക്കും ഈ അഴിമതിയിൽ പങ്കുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും സൂചിക്കപ്പെടുന്നത്. മാത്രമല്ല, വിദേശകാര്യ വിനിമയ ചട്ടമടക്കം ലംഘിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ കണക്കിൽ കൃത്യമായ പെശകുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും സൂചിക്കപ്പെടുന്നത്. ഇത്തരം തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ CPMന് പല രീതിയിലുള്ള ഫണ്ടുകൾ ഉണ്ടാകാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് CPMൻ്റെ നേതാക്കൾ അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കള്ളക്കണക്കുകളാണ് നൽകുന്നത് എന്നുള്ളതാണ് പ്രധാനമായും സൂചിപ്പിക്കപ്പെടുന്നത്. ജനപ്രതിനിധികൾക്ക് അധോലോക ബന്ധം ആരോപിക്കപ്പെടുമ്പോൾ വസ്തുതകൾ ബോധ്യപ്പെടുത്തുവാനുള്ള ബാധ്യത CPMനുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. ഇങ്ങനെ ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ വി മുരളീധരൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു. അതായത് കേരളത്തിലെ ജനങ്ങൾ വസ്തുത അറിയാൻ ആഗ്രഹിക്കുന്നു. മൗനം വെടിഞ്ഞുകൊണ്ട് ഇതിന് കൃത്യമായ മറുപടി നൽകണമെന്നുള്ള ആവശ്യമാണ് വി മുരളീധരൻ ഇപ്പോൾ ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടത്. ശരി, എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.